ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ, പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്. വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. രാമായണം ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഞാൻ വായിച്ച മറ്റു പുസ്തകങ്ങളായ ശ്രീകൃഷ്ണൻ, ശിവപുരാണം, കൃഷ്ണായനം എന്നീ പുസ്തകങ്ങളുടെ ഓഡിയോ സ്റ്റോറിയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. സുന്ദരകാന്ഡം എന്ന ഭാഗത്തിൽ ലങ്കാ ദർശനം ആണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ലങ്കാലക്ഷ്മിയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഗോപുരവാതിൽ കടന്നല്ല ഹനുമാൻ ലങ്കാനഗരത്തിൽ പ്രവേശിച്ചത്. ശോഭയാർന്ന മതിൽക്കെട്ടു ചാടി ഇടതുകാലു വെച്ചാണ് ലങ്കാനഗരിയിലേക്ക് കടന്നത്. സമൃദ്ധങ്ങളായ കച്ചവട കേന്ദ്രങ്ങളും മനോഹരങ്ങളായ വീഥികളും കടന്ന് ഹനുമാൻ ലങ്കാനഗരിയിലൂടെ യാത്ര ചെയ്തു. രാക്ഷസരുടെ വീടുകളിൽ നിന്നും നൃത്തങ്ങളുടെ ശബ്ദങ്ങൾ മുഴങ്ങി നിന്നു. മറ്റു ചിലയിടങ്ങളിൽ മന്ത്രജപങ്ങളും. എവിടെയും രാവണൻ്റെ ചാരന്മാർ, വിവിധ വേഷഭൂഷാദികൾ ധരിച്ച രാക്ഷസന്മാർ വിചിത്രങ്ങളായ പല ആയുധങ്ങളും ഏന്തിയിരുന്നു. അവരിൽ പലരും ഘോരരൂപികളുമായിരുന്നു. ചുരുക്കത്തിൽ എല്ലാ വഴികളും സജീവമായിരുന്നു. രാവണൻ രാജ്യത്തിൻ്റെ നടുക്ക് 10,000-ത്തിലധികം പടകളെയാണ് കാവലിനായി നിർത്തിയിട്ടുള്ളത്. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ശോഭയോടുകൂടി പ്രകാശിച്ചിരുന്നു. പല വീടുകളിൽ നിന്നും വീണാനാദം ഉയർന്നിരുന്നു. ചുരുക്കത്തിൽ അമരാവതി പോലെ സമ്പൂർണമായിരുന്നു ലങ്കാനഗരി. അവിടെയെല്ലാം ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ചു. ആശ്രിതവത്സലനായ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയെ മാത്രം കാണുന്നില്ല. ആ അന്വേഷണത്തിനിടയിൽ ദശഗ്രീവൻ്റെ ഭവനത്തിലും ഹനുമാൻ എത്തിച്ചേർന്നു. സൂര്യനെപ്പോലെ ശോഭയാർന്ന പൊൻമതിലുകൾ ആ ഭവനത്തിനു ചുറ്റുമുണ്ട്. അഭ്യാസമുറകളെല്ലാം അഭ്യസിച്ച് വില്ലാളികളും വീരന്മാരായ രാക്ഷസന്മാരും ആ ഭവനത്തിന് കാവൽ നിൽപ്പുണ്ട്. മൃദംഗം, ശംഖ്, പടഹം എന്നിവയുടെ നാദങ്ങൾ ആ അന്തരീക്ഷത്തെ സുന്ദരമാക്കി. രാവണൻ്റെ കൊട്ടാരം നഗരത്തിൻ്റെ നടുക്കുഭാഗത്ത് തന്നെ ജ്വലിച്ചു നിൽക്കുകയാണ്. മന്ത്രിമാരുടെയും സേനാപതികളുടെയും ആലയങ്ങൾ അതിനു ചുറ്റിലും ഉയർന്നു നിൽക്കുന്നു. സീതാന്വേഷണത്തിൽ മാത്രം മനസ്സുറച്ചു നിന്നിരുന്ന ഹനുമാൻ ആദ്യം കുംഭകർണ ഭവനത്തിലെത്തി. പിന്നീട് വിഭീഷണ ഭവനത്തിലും കടന്നു ചെന്നു. അങ്ങനെ മിക്ക അസുരപ്രമാണികളുടെയും രാവണൻ്റെ വിശ്വസ്തരുടെയും വീടുകളിൽ ഹനുമാൻ തൻ്റെ അന്വേഷണം നടത്തി. ചുറ്റുമുള്ള വീടുകളിലെ അന്വേഷണങ്ങൾ തീർത്ത് നേരെ ലങ്കേശ്വരൻ്റെ അരമനയിലേക്കും കടന്നു ചെന്നു. ആയുധധാരികളായി രാക്ഷസന്മാർ നിതാന്ത ജാഗ്രതയോടെ പാറാവു നിൽക്കുന്നത് ഹനുമാൻ കണ്ടു. യുദ്ധത്തിൽ ആരാലും ജയിക്കാൻ കഴിയാത്ത കെൽപ്പും വലിപ്പവുമുള്ള ആനകളും അവർക്ക് കൂട്ടായുണ്ട്. കുബേര രാജധാനിക്ക് തുല്യമായ നിധി പേടകങ്ങൾ ആ അരമനയിലുണ്ടെന്നും ഹനുമാന് തോന്നി. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തത്ര മനോഹരമായ രാവണാലയത്തിലേക്ക് ഹനുമാൻ പ്രവേശിച്ചു. അസുരശില്പിയായ മയൻ നിർമ്മിച്ചതാണ് ഈ മന്ദിരങ്ങളെല്ലാം. ആകാശത്ത് രാജഹംസങ്ങൾ തുഴഞ്ഞുകൊണ്ടു പോകുന്ന വിമാനം പോലെ കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയ പുഷ്പകം ഹനുമാന്റെ കണ്ണിൽപ്പെട്ടു. നവരത്നം കൊണ്ടാണ് ആ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്.
ആ വിമാനത്തിലെ കൊത്തുപണികൾ കണ്ടാൽ ശില്പങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് തോന്നും. സ്വർണ്ണത്താമരയിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ടാൽ വെറും ഒരു ചിത്രമായല്ല തോന്നുക. അതിൻ്റെ എല്ലാ ഭാഗവും അതിസൂക്ഷ്മതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ധനധനെ ജയിച്ചാണ് രാവണൻ പുഷ്പകം കൈക്കലാക്കിയത്. ആർക്കും കൊടുങ്കാറ്റിൻ്റെ വേഗതയുള്ള പുഷ്പക വിമാനത്തെ തടഞ്ഞു നിർത്താനാവില്ല. അത് മനോവിചാരത്തിനനുസരിച്ചാണ് പറക്കുന്നത് തന്നെ. ഈ അത്ഭുതകരമായ കലാരൂപത്തെ ഉള്ളു തുറന്ന് വന്ദിക്കാതിരിക്കാൻ ഹനുമാന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഹനുമാൻ കടന്നു ചെന്നത് ദശഗ്രീവൻ്റെ അന്തഃപുരത്തിലേക്കാണ്. സ്വപത്നിമാർക്ക് പുറമെ കരുത്തുകൊണ്ടും പിടിച്ചുകൊണ്ടുവന്ന രാജാങ്കനമാർ നിറഞ്ഞതാണ് രാവണൻ്റെ അന്തഃപുരം. ബ്രഹ്മാവിനായി വിശ്വകർമാവ് നിർമ്മിച്ച വിമാനമായിരുന്നു പുഷ്പകം. തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി വരമായി കുബേരന് ലഭിച്ചതാണ് പുഷ്പകം. കുബേരനെ കീഴ്പ്പെടുത്തിയാണ് പുഷ്പകം രാവണൻ്റെ കയ്യിലെത്തിയത്. പുഷ്പക വിമാനത്തിലെ കൊത്തുപണികളേക്കാൾ കമനീയങ്ങളായ ശില്പരൂപങ്ങളാണ് രാവണൻ്റെ അരമനയിൽ കാണാൻ കഴിയുന്നത്. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും മത്തുപിടിപ്പിക്കുന്ന ഗന്ധം അവിടെങ്ങും തിങ്ങി നിന്നു. ആ ഗന്ധം രാവണൻ്റെ അടുത്തേക്ക് വരാൻ മാരുതിയെ ക്ഷണിക്കുന്നതായി തോന്നിച്ചു. വയറു നിറയെ മദ്യം കഴിച്ച് സുന്ദരികളായ രാക്ഷസികൾ ആ കൊട്ടാരത്തിനുള്ളിൽ മയങ്ങിക്കിടന്നിരുന്നു. ശരത്കാല രാത്രിയിലെ നക്ഷത്രങ്ങളെപ്പോലെ ആ സ്ത്രീരത്നങ്ങൾ പ്രശോഭിച്ചിരുന്നു. ആകാശത്തു നിന്നുതിർന്നു വീണ നക്ഷത്രങ്ങളൊത്ത് ചേർന്നതാണോ ഇവരെല്ലാം എന്ന് സംശയിച്ചു പോകും. പലരുടെയും ആഭരണങ്ങൾ ഊർന്നു വീണിരുന്നു. വസന്തകാലത്ത് വള്ളികൾ വളർന്നു കെട്ടുപിണഞ്ഞു കിടക്കും പോലെ തോന്നും അവരുടെ കിടപ്പു കണ്ടാൽ. യുദ്ധം ജയിച്ച് മടങ്ങവേ പിടിച്ചുകൊണ്ടുവന്നവരാണ് അവർ പലരും. എന്നാൽ എല്ലാവരും തന്നെ ഉന്നത കുലത്തിൽ ജനിച്ചവരാണു താനും. രാവണൻ്റെ പത്നിമാർക്ക് രാവണനോടുള്ള ഭക്തി കണ്ടപ്പോഴാണ് സീതാദേവിയുടെ വിയോഗ ദുഃഖം ശ്രീരാമചന്ദ്രനെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്ന കാര്യം ഹനുമാൻ ഓർമ്മ വന്നത്. അടുത്ത ഭാഗം രാവണ സന്ദർശനം. ഓരോന്നും സശ്രദ്ധം വീക്ഷിക്കുന്നതിനിടയിലാണ് ദിവ്യരത്നങ്ങൾ പതിച്ച മഞ്ചം ഹനുമാന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വെൺകൊറ്റക്കുട ചൂടിയ ആ കട്ടിലിൽ കാർമേഘ നിറമുള്ള ഒരു മഹാബാഹു ശയിക്കുന്നുണ്ട്. ആ രൂപം കണ്ട് ഹനുമാൻ ഒന്നു നടുങ്ങി. ഒരു കാൽ പിന്നോക്കം വെച്ചു. കാമരൂപനായ ആ രാക്ഷസനാണ് സാക്ഷാൽ ലങ്കേശ്വരനായ രാവണൻ. മധുപാനം മൂലം മയങ്ങിക്കിടക്കുകയാണ് ആ രാക്ഷസ രാജാവ്. ആ ശ്വാസോച്ഛ്വാസം കണ്ടാൽ പർവ്വതതുല്യനായ ഗജരാജൻ ദീർഘശ്വാസം വലിക്കുന്നത് പോലെ തോന്നും. കൈകൾ ഇരുഭാഗത്തുമായി നീണ്ടു നിവർന്നു കിടക്കുകയാണ്. മേലാകെ പാടുകൾ കാണാം. ദേവാസുര യുദ്ധത്തിൽ ദേഹത്തുണ്ടായ മുറിവുകൾ മൂലമുള്ള പാടുകളാണത്. കാളയുടെ പൂഞ്ഞ പോലെ ബലിഷ്ഠമായ ചുമലുകൾ, ഒത്തവണ്ണം ലക്ഷണമൊത്ത കൈകൾ, നാല് ഭാഗത്തു നിന്നും പരന്ന് എത്തുന്ന വെളിച്ചത്തിൽ രാവണൻ്റെ സർവാംഗവും സ്പഷ്ടമായി കാണാം. അന്തഃപുരത്തിൽ പ്രിയ പത്നിമാർ വീണുറങ്ങുന്നു. എങ്കിലും അല്പമകലെയായി മനോഹരമായ ഒരു പള്ളിമഞ്ചലിൽ സുന്ദരിയായ ഒരു സ്ത്രീ ശയിക്കുന്നത് ഹനുമാന്റെ കണ്ണിൽപ്പെട്ടു. സ്വന്തം സൗന്ദര്യം കൊണ്ട് അവൾ ആ ആലയത്തെ ആകെ അഴകുള്ളതാക്കി മാറ്റി. സുന്ദരീരത്നമായ മണ്ഡോദരിയായിരുന്നു അത്. ഒറ്റ നോട്ടത്തിൽ സാക്ഷാൽ സീതാദേവി തന്നെയാണോ അത് എന്ന് മാരുതി സംശയിച്ചു. ഒരു ഉത്തമ സ്ത്രീക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തവളാണ് അസുര ചക്രവർത്തിനിയായ മണ്ഡോദരി. സീതാദേവിയാണെന്ന് സംശയിച്ച് ഹനുമാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആടുവാനും പാടുവാനും തുടങ്ങി. തൂണുകളുടെ മുകളിലേക്ക് കയറി, പിന്നെ താഴേക്ക് എടുത്തു ചാടി. പിന്നെ ഇങ്ങനെ ചിന്തിച്ചു: ശ്രീരാമചന്ദ്രനെ പിരിഞ്ഞ സീതാദേവി ജലപാനം പോലും ചെയ്യുകയില്ല, ഉറങ്ങുകയുമില്ല, ആഭരണങ്ങൾ അണിയുകയുമില്ല. അതിനാൽ ഈ കിടക്കുന്ന ദിവ്യ സ്ത്രീ തീർച്ചയായും സീതാദേവിയല്ല. വലിയ ഗോശാലയിലെ ആയിരക്കണക്കിന് പശുക്കളുടെ ഇടയിൽ കഴിയുന്ന കാളക്കൂറ്റനെ പോലെ തോന്നും രാവണൻ്റെ കിടപ്പു കണ്ടാൽ.
വായുപുത്രൻ ഒരിക്കൽ കൂടി രാവണൻ്റെ ആ കിടപ്പ് നോക്കി കണ്ടു. പിന്നീട് പാനശാലയിലേക്ക് കടന്നു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാംസങ്ങൾ വിവിധ തരത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്നു. പലതരം മത്സ്യങ്ങളും സ്വാദിഷ്ടമായ രീതിയിൽ പാചകം ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ നിറയെ മദ്യവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പാനപാത്രങ്ങളിൽ വിവിധ തരം രത്നക്കല്ലുകൾ, വെള്ളി, സ്വർണം എന്നിവയും പതിച്ചിരിക്കുന്നു. പാതി കുടിച്ചു വെച്ച രീതിയിലും വലിച്ചെറിഞ്ഞ രീതിയിലും പാത്രങ്ങൾ അങ്ങിങ്ങ് ചിതറിക്കിടക്കുകയാണ്. ആരോ തട്ടിമറിച്ചിട്ടതുപോലെ കുടങ്ങളിൽ നിന്ന് മദ്യം താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. സീതാദേവിയെ അന്വേഷിക്കാൻ സ്ത്രീകളുടെ ഇടയിൽ തന്നെ തിരയുകയല്ലേ ഭംഗി. അതിനാലാകാം ഹനുമാൻ രാവണൻ്റെ അന്തഃപുരത്തിൽ തന്നെ ദേവിയെ അന്വേഷിക്കാൻ തുനിഞ്ഞത്. എന്നാൽ ഇതുവരെയും രാക്ഷസ സ്ത്രീകളെയല്ലാതെ ശ്രീരാമചന്ദ്രൻ്റെ പത്നിയെ കണ്ടെത്താൻ തനിക്കു കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഹനുമാൻ വേവലാതി പൂണ്ടു. ദേവലോകത്തു നിന്നും ഗന്ധർവലോകത്തു നിന്നും തട്ടിക്കൊണ്ടുവന്ന സുന്ദരിമാരെ വായുപുത്രൻ കണ്ടു. പക്ഷെ എവിടെയാണ് താൻ അന്വേഷിക്കുന്ന സതീരത്നമായ സീതാദേവി? എങ്കിലും തൻ്റെ അന്വേഷണം പാതി കൊണ്ട് നിർത്താൻ ആ വാനരേശ്വരൻ തയ്യാറായില്ല. എങ്ങും കാണാതായപ്പോൾ ഹനുമാന്റെ മനസ്സിൽ ദുഃഖകരമായ പല ചിന്തകളുമുണ്ടായി. ഇനി ഒരുപക്ഷേ ദേവി സ്വജീവിതം വെടിഞ്ഞോ? ചാരിത്ര സംരക്ഷണത്തിനായി ദേവിക്ക് ഒരു വേള അതുമാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയിൽ എത്തിയാലോ? അതോ എന്തിനും മടിക്കാത്ത രാക്ഷസേന്ദ്രൻ ദേവിയെ വധിച്ചിരിക്കുമോ? ഇല്ലെങ്കിൽ ഈ രാക്ഷസികളെ കണ്ട് ഭയന്ന് മരിക്കാനും സാധ്യതയില്ലെന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മഹാരാജാവായ സുഗ്രീവൻ്റെ അടുത്ത് മടങ്ങിച്ചെല്ലുവാൻ എനിക്ക് കഴിയില്ല. ലങ്കയിൽ നിന്ന് മടങ്ങിയെത്തുന്ന തന്നോട് ജിജ്ഞാസയോടെ ഓടിയെത്തുന്ന ശ്രീരാമചന്ദ്രന് ഞാൻ എന്ത് മറുപടിയാണ് നൽകുക? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ശ്രീരാമചന്ദ്രന് ഒരിക്കലും അഹിതം സംഭവിക്കില്ല. തൻ്റെ ഉത്സാഹം കെട്ടുപോയാൽ പിന്നെ എങ്ങനെയാണ് സീതാദേവിയെ അന്വേഷിക്കുക? പെട്ടെന്ന് ഹനുമാൻ തൻ്റെ ദുഃഖം അവസാനിപ്പിച്ച് അത്യുത്സാഹപൂർവ്വം അന്വേഷണം തുടർന്നു. രഹസ്യ സങ്കേതങ്ങളും ഉള്ളറകളും പരിശോധിക്കാതെ ലങ്കയിൽ ഒരു ഇഞ്ച് ഭൂമിയും വെറുതെ കളയില്ല എന്നവൻ തീരുമാനിച്ചു. അടുത്ത ഭാഗം ഹനുമാന്റെ സന്താപം. അന്വേഷണം തുടർന്നിട്ടും ദേവിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ ഹനുമാൻ വീണ്ടും ദുഃഖിതനായി. അരമനയുടെ വെളിയിൽ കടന്ന അദ്ദേഹം സ്വസ്ഥമായ ഒരിടത്ത് ചെന്നിരുന്നു. പിന്നെ ഇങ്ങനെ ചിന്തിച്ചു. സമ്പാദി പറഞ്ഞത് ദേവി രാവണാലയത്തിൽ ഉണ്ടെന്നാണല്ലോ. ഇവിടം മുഴുവൻ താൻ അരിച്ചു പെറുക്കി അന്വേഷിച്ചതാണ്. എന്നിട്ടും ദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാക്ഷസന് ദേവി വഴങ്ങി എന്ന് വരുമോ? അതോ മഹാസാഗരത്തിന് മുകളിലൂടെ ലങ്കയിലേക്ക് വരുമ്പോൾ സമുദ്രത്തിലേക്ക് പതിച്ചെന്ന് വരുമോ? ബലിഷ്ഠനായ രാവണൻ്റെ കൈകളുടെ ശക്തിയിൽ മരിച്ചുപോയെന്ന് വരുമോ? കോപം കൊണ്ട് ആ ദുഷ്ടരാക്ഷസൻ ദേവിയെ വിഴുങ്ങാനിടയുണ്ട്. അങ്ങനെ മരിക്കുന്നതിനിടയിൽ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും വിളിച്ച് അലറിക്കരഞ്ഞിരിക്കും. ഛേ, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? പുണ്യപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ പ്രിയ പത്നി രാവണന് വശംവദയാകുമെന്നോ? എന്തായാലും എല്ലാം ഒരു മായ പോലെ തോന്നുന്നു. സർവേശ്വര, ഒരു പോംവഴിയും കാണുന്നില്ലല്ലോ. ത്യാഗം സഹിച്ച് ലങ്കയിൽ വന്നതും പിന്നെ മടങ്ങിച്ചെല്ലുന്നതും ഒക്കെ വൃഥാവിലാകുമല്ലോ. ഞാൻ സീതാദേവിയെ കണ്ടില്ല എന്ന് പറയുന്ന നിമിഷം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പ്രാണൻ പോയെന്നിരിക്കും. ജ്യേഷ്ഠൻ്റെ മരണം കണ്ട് നിശ്ചയമായും ലക്ഷ്മണനും ഹൃദയം തകർന്നു മരിക്കും. ഈ വിവരം അറിയുന്നതോടെ ഭരതശത്രുഘ്നന്മാരും ജീവൻ വെടിഞ്ഞെന്നിരിക്കും. പിന്നെ വാനര രാജാവായ സുഗ്രീവൻ ജീവത്യാഗം ചെയ്യും. ആ ദുഃഖത്തിൽ വാനരന്മാരെല്ലാം തന്നെ തല തല്ലിപ്പൊളിച്ച് മരിക്കും. ചുരുക്കത്തിൽ അത് 2 കുലങ്ങളുടെ നാശത്തിലായിരിക്കും തീരുക. രാത്രി കഴിയാറായി. ഇനി ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. രാക്ഷസ രാജാവായ രാവണനെയും തൂക്കി മറുകര ചാടിയാലോ? എന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ ആ ദുഷ്ടനെ കാഴ്ചവെക്കണം.
വേണ്ട, സീതാദേവിയെ കണ്ടെത്തുന്നതുവരെ ലങ്ക വിട്ട് പുറത്തു പോകാതിരിക്കാം. പക്ഷിരാജാവായ സമ്പാദി പറഞ്ഞതുപോലെ തീർച്ചയായും ദേവി ഇവിടെ തന്നെ ഉണ്ടാകും. ഹനുമാൻ ഒന്നുറച്ചു. താൻ കാരണം ഒരു കുലവും നശിക്കരുത്. യാദൃശ്ചികമായാണ് വായുപുത്രൻ്റെ കണ്ണുകൾ അശോകവനിയിലേക്ക് തിരിഞ്ഞത്. അശോകപ്പൂക്കൾ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ ഉദ്യാനത്തിൽ താൻ ഇതുവരെ ദേവിയെ അന്വേഷിച്ചില്ലല്ലോ. സർവേശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് ഹനുമാൻ അശോകവനിയിലേക്ക് കടന്നു. അശോകം, ചെമ്പകം, തേന്മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വള്ളികൾ, അവിടവിടെ കൊച്ചു കൊച്ചു വള്ളിക്കുടിലുകൾ, പല നിറത്തിലുള്ള പൂക്കളാൽ അലങ്കരിച്ച മരക്കൂട്ടങ്ങൾ, എല്ലാ മരങ്ങളും പൂവും കായുമണിഞ്ഞ് ഇടതിങ്ങി നിൽക്കുകയാണ്. മനസ്സിലെ ആവേശത്താൽ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി വായുപുത്രൻ പ്രവേശിച്ചപ്പോൾ ഉറക്കത്തിലായിരുന്ന പക്ഷികൾ ഞെട്ടിയുണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. ആ ബഹളത്തിനിടയിൽ മരങ്ങളിൽ നിന്നും ഒരു പുഷ്പവൃഷ്ടി തന്നെ ഉണ്ടായി. ഒരു രസത്തിന് മുന്നിൽ കണ്ട ഒരു പൂമരം ഹനുമാൻ പിഴുതെടുത്ത് ചുഴറ്റി. പിന്നെ തുരുതുരാ മരങ്ങൾ വായുവിൽ ഉയർന്നു തുടങ്ങി. ആ യാത്രയ്ക്കിടയിലാണ് ആ മഹാവൃക്ഷം ഹനുമാന്റെ കണ്ണിൽപ്പെട്ടത്. നാലു ചുറ്റും സുന്ദരമായ പച്ചപ്പുൽ മൈതാനം. അതിനു മുകളിൽ കയറി നിന്നാൽ അശോകവനിയിലെ എല്ലാ കാഴ്ചകളും കാണുവാൻ കഴിഞ്ഞേക്കും. ഭർതൃവിയോഗ ദുഃഖം കളയുവാൻ സീതാദേവി ഈ വൃക്ഷത്തണലിൽ വരാതിരിക്കില്ല. കാരണം അത്രമേൽ ശീതളമാണ് ആ വൃക്ഷഛായ. പിന്നെ ഒട്ടും താമസിച്ചില്ല, ആ മഹാവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ഹനുമാൻ ഇലകൾക്കിടയിൽ ഒളിച്ചിരിപ്പായി. അടുത്ത ഭാഗം സീതാദർശനം. ആ മഹാവൃക്ഷത്തിൻ്റെ മുകളിലിരുന്ന് ഹനുമാൻ അശോകവനം മുഴുവൻ നോക്കിക്കണ്ടു. ഇതിനിടെ തങ്കം കൊണ്ടും പവിഴം കൊണ്ടും നിർമ്മിച്ച ഉജ്ജ്വല കാന്തിയുള്ള ഒരു മന്ദിരം ഹനുമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനടുത്തായി സർവ്വലക്ഷണവുമൊത്ത നിറം മങ്ങിയ ഒരു സ്ത്രീ രൂപവും കാണപ്പെട്ടു. മെലിഞ്ഞ് ഇടയ്ക്കിടെ നെടുവീർപ്പുകളിട്ട് ദുഃഖിതയായി കാണപ്പെട്ട ആ സ്ത്രീ രത്നത്തിൻ്റെ ചുറ്റും അസുര സ്ത്രീകൾ കാവൽ നിന്നിരുന്നു. പുകക്കിടയിലെ മങ്ങിക്കത്തുന്ന തീനാളം പോലെ തോന്നിച്ച ആ രൂപവതി ആഭരണങ്ങൾ ഒന്നും അണിഞ്ഞിട്ടില്ല. അവരെ കണ്ടാൽ ദുഃഖം കൊണ്ട് മനമുരുകി ക്ഷീണിച്ച് കാഴ്ചയിൽ അതിദയനീയമായി തോന്നിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ തീരെ മെലിഞ്ഞു കാണപ്പെട്ടു. പിന്നിൽ പെരുമ്പാമ്പ് പോലെ പടർന്നു കിടന്നിരുന്ന തലമുടിയും അഴകുള്ള ശരീരവും ഏറെ വിടർന്ന കണ്ണുകളും അത് സീതാദേവിയാണെന്ന് തന്നെ തോന്നിച്ചു. ശരത്കാലത്തെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന മുഖം, നീണ്ടു ചുരുണ്ട് കാർമേഘം പോലെ തോന്നിച്ച തലമുടി, ചെന്തൊണ്ടിപ്പഴത്തെ വെല്ലുന്ന ചുണ്ടുകൾ, ഒട്ടിയൊതുങ്ങിയ ഉദരം, കരിങ്കൂവളപ്പൂവ് പോലുള്ള കണ്ണുകൾ. തീർച്ചയായും അത് സീതാദേവി തന്നെയാണ്. താങ്ങാനാവാത്ത ദുഃഖം മൂലം ദേവി വീണ്ടും വീണ്ടും നെടുവീർപ്പിടുന്നുണ്ട്. വർഷകാലത്ത് കാർമേഘങ്ങൾക്കിടയിൽപ്പെട്ട പൂർണ്ണചന്ദ്രനെ പോലെ തോന്നിച്ചു ആ രൂപം. ദേവിയുടെ ശരീരത്തിൽ എന്തെല്ലാം ആഭരണങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദേവി ധരിച്ചിട്ടില്ല. അതെല്ലാം ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പോരുന്നതിനിടെ താഴേക്കിട്ട ആഭരണങ്ങൾ ഒഴികെയുള്ളത് ആ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ദേവിയുടെ കണ്ണിനു മുൻപിൽ ശ്രീരാമചന്ദ്രനല്ലാതെ മറ്റൊന്നുമില്ല. ചുറ്റും പൂത്തുലഞ്ഞു നിൽക്കുന്ന മാമരങ്ങളോ കാവലിരിക്കുന്ന രാക്ഷസികളോ ദേവിയുടെ കണ്ണിൽപ്പെട്ടില്ല. കണ്ണിലും ഹൃദയത്തിലും നിറഞ്ഞിരിക്കുന്നത് ആ രൂപം മാത്രം, ശ്രീരാമചന്ദ്രൻ. ആ ഇരിപ്പ് കണ്ടിട്ട് വാനരനായ ഹനുമാനു പോലും ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.